പ്രളയ ദുരന്ത വിവാദത്തിൽ ആരോപണങ്ങൾ ആവർത്തിച്ച് മാത്യു കുഴൽനാടൻ. 2019 പ്രളയ മുന്നൊരുക്കത്തിനും ആദ്യം ശ്രമിച്ചത് മണൽ മാറ്റാനെന്ന് കുഴൽനാടൻ പറയുന്നു. തോട്ടപ്പള്ളിയിൽ നിന്നും മഴയ്ക്ക് മുൻപ് മണൽ മാറ്റാൻ നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു. 2019 ജലവിഭവ വകുപ്പിന്റെ ഉത്തരവ് മാത്യു പുറത്തുവിട്ടു. മണ്ണ് നഷ്ടപ്പെടും മുൻപ് എങ്ങനെയും മണൽ എടുക്കണമെന്നായിരുന്നു ഉത്തരവിന്റെ നിർദ്ദേശമെന്നും മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. ഓൾറെഡി ഉത്തരവാദിത്തപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ അത് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് സന്തോഷം തോന്നി. UDF വന്നാൽ ഈ വിഷയമടക്കം അഴിമതി വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, ബഹുമാനായ ഏറ്റവും ഉന്നതനായ KC വേണുഗോപാൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ കോൺഫിഡൻസും സന്തോഷവും ആത്മവിശ്വാസവും എനിക്കുണ്ട്. വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ വീണ്ടും കുറച്ചുകൂടി ശക്തമായി ഉന്നയിക്കുന്നു. പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു. മറ്റൊന്ന്, ഈ പ്രളയത്തേക്കാൾ സർക്കാരിന് കണ്ണ് കരിമണലിലാണ് എന്ന നിലയിലേക്ക് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. എന്തൊക്കെ തെളിവുകളാണ് ഇന്ന് അദ്ദേഹം പുറത്തുവിട്ടത്? ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പുറത്തുവിട്ട ഒരു രേഖ എന്ന് പറയുന്നത് 2019 ജലവിഭവ വകുപ്പ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും അതിനെ തുടർന്നുണ്ടായ ഒരു ഉത്തരവുമാണ്. അതായത് ഈ തോട്ടപ്പള്ളി സിൽവയിൽ അടക്കമുള്ള ഈ കരിമണൽ നീക്കം ചെയ്യുന്നതിന് ശരിക്കും കേന്ദ്ര സർക്കാരിനാണ് അതിന്റെ ഉത്തരവാദിത്തമുള്ളത്. അവർക്ക് മാത്രമാണ് അത് എടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ 2018 പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അത്തരം പ്രവർത്തനങ്ങൾ ദുരന്ത നിവാരണ വകുപ്പിന്റെ കീഴിൽ വരികയാണ് ചെയ്തത്. അതായത് അതിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗമാണ് 2019 നടക്കുന്നത്. അതിൽ ഈ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ തലവൻ എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി അതിൽ വരികയും ഈ വകുപ്പാണ് ഈ ജലവിഭവ വകുപ്പിന് ഇവിടെ നിന്ന് മണൽ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകുകയും അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നും പറയുന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ഈ വിഷയം ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അണ്ടറിലേക്ക് വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജലവിഭവ വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെടുകയും എത്രയും വേഗം ഇവിടെ കിടക്കുന്ന മണൽ നീക്കം ചെയ്യണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിന്റെ നടപടിയിലേക്ക് ഒരു ഉത്തരവ് ഇടുകയും ചെയ്യുന്നത്. അതിൽ മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിക്കുന്നത് 2018 ഇത്തരത്തിൽ മണൽ ഒരുപാട് അവിടെ നിന്ന് നഷ്ടമായിട്ടുണ്ട്, പ്രളയത്തിൽ ഒരുപാട് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അത് മുൻനിർത്തി 2019 ശേഷം ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ഈ മണൽ അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്നതാണ്, അവിടെ നിന്നും മാറ്റണം എന്നതാണ്. അതായത് അത് നഷ്ടപ്പെട്ടു പോകരുത് എന്നൊരു കാര്യമാണ് ജലവിഭവ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നും മാത്യു കുഴൽനാടൻ പറയുന്നു. ആ ഉത്തരവിൽ പറയുന്ന വരികൾ വായിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ അത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനർത്ഥം അവിടെ വെള്ളക്കെട്ടുണ്ടാകുമോ അല്ലെങ്കിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമുണ്ടോ എന്നതിനേക്കാൾ കൂടുതൽ ഈ മണൽ അവിടെ നിന്നും സംരക്ഷിക്കണം എന്നതാണ് ജലവിഭവ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. അതിന് മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് എന്നുമാണ് മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഈ യോഗവും അതിനുശേഷം ജലവിഭവ വകുപ്പിന് ഇക്കാര്യങ്ങൾ വകുപ്പിന് ഈ ഒരു അനുമതി നൽകുകയും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ ഒരു ഉത്തരവുമാണ് അദ്ദേഹം ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ചില കാര്യങ്ങളിൽ കൂടി അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. 2018 അനുഭവം വെച്ച മണൽ ഒഴുകിപ്പോകരുതെന്ന മന്ത്രി നിർദ്ദേശം നൽകി എന്ന് പറയുന്നു. അത് അദ്ദേഹം ആദ്യമായി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രളയ സമയത്ത് ഡാം വിഷയത്തിൽ സജീവമായി ഇടപെട്ട ആളാണ്. അതായത് അത് 2018. പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയം വന്നതിന് ശേഷം അദ്ദേഹം ഇതിനെക്കുറിച്ച് മിണ്ടുന്നു പോലുമില്ല. അത് CPM BJP ഡീലിന്റെ ഭാഗമാണ് എന്നും മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു. അതുപോലെ തന്നെ M സ്വരാജിനും അദ്ദേഹം മറുപടി കൊടുക്കുന്നു. എല്ലാത്തിനും കോടതിയിൽ പോകുന്നതിൽ അഭിമാനമേ ഉള്ളൂ എന്നാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് അടുത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം. തീർച്ചയായിട്ടും പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നു. മാത്രമല്ല 2019 മെയ് 31 ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ വിശദാംശങ്ങളും മാത്യു കുഴൽനാടൻ ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. AT അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്.